അതിപ്പോ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഈ പി ഡി എന്ന് പറയുന്നത്. 5 വണ്ടികൾ ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ എക്സ്റ്റൻഡ് വാറന്റി എന്ന് പറയുന്നത് കിലോമീറ്റർ കൂടെ പറയുന്നുണ്ട്. അവരുടെ ഭാഗമായിട്ട് ഒരു എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ നമുക്ക് കിട്ടില്ല. നമസ്കാരം. നമ്മുടെ പഞ്ചീവി ഇപ്പോൾ 1 അല്ല 2 ആണ്. അപ്പോൾ രണ്ടാമത്തെ വണ്ടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു വണ്ടി ഉപയോഗിച്ച് നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ആ വണ്ടി മറ്റൊരാൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ പെങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ച് അവളൊരു വാഗണാർ ഓട്ടോമാറ്റിക്കാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവൾ ഇത് ഓടിച്ചപ്പോഴാണ് നമുക്ക് ഇതിനൊരു സൗകര്യങ്ങളും ഒരു സുഖങ്ങളും മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, അവളും തന്നെ പഞ്ചീവിയിലേക്ക്. അപ്പം അങ്ങനെ പഞ്ചീവി നേരത്തെ അവിടെ ബുക്ക് ചെയ്തിരുന്നു. ഗോകുലം മോട്ടോഴ്സിലാണ് കോഴിക്കോട്. ഈ ഗോകുലം മോട്ടോഴ്സിൽ ബുക്ക് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അവിടെ കുറേ വണ്ടികൾ പെട്ടെന്ന് ഡെലിവറി വരുന്നുണ്ട് എന്നൊരു അറിവുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറേ വണ്ടികൾ അവിടെ അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഗോകുലം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഗോകുലം മോട്ടോഴ്സിൽ ഇത്രയും വണ്ടികൾ വരുന്നത്. ഇപ്പം ഞാൻ അവിടെ ബുക്ക് ചെയ്തത്, അവിടെ സലീമ എന്ന് പറയുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അവിടെ ചെന്നാൽ സലീമയുടെ അടുത്ത് പോയാൽ വണ്ടി ബുക്ക് ചെയ്തേ പോരുള്ളൂ. കാരണം അങ്ങനെ സംസാരിച്ച് കസ്റ്റമേഴ്സിനെ ആ ഒരു പഞ്ചിലേക്ക് അല്ലെങ്കിൽ അവരുടെ വണ്ടിയിലേക്ക് ടാറ്റയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവുള്ളൊരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് സലീമ. ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു കസ്റ്റമറോടുള്ള ആ ഒരു പെരുമാറ്റം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ അബ്ദുറഹ്മാൻക മുക്കത്തുള്ള മൂപ്പരും വണ്ടി എടുത്ത് ഗോകുലത്തിൽ നിന്നാണ്. മൂപ്പര് അന്നത്തെ എക്സിക്യൂട്ടീവും ഈ സലീമായിരുന്നു. മൂപ്പരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഗോകുലത്ത് പോകണമെങ്കിൽ സലീമയുടെ അടുത്ത് ബുക്ക് ചെയ്തോളൂ, കാര്യങ്ങൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം വണ്ടി എത്തിയെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വണ്ടി ഒന്ന് കണ്ട് നമ്മളൊരു കാഴ്ചയിൽ എല്ലാ ഭാഗം നോക്കി, പെയിന്റും ബോഡി പാർട്സ് ഒന്നും പ്രശ്നമില്ലല്ലോ, നമ്മൾ നോക്കി പോന്നു. അത്രയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുറേ ആൾക്കാരെന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ PDI ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ ഒരു ഇത് ശ്രമിക്കുന്നുണ്ട്. PDI അവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, പുതിയ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ PDI ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇത് ഫ്രീ അല്ല. നമ്മൾ PDI ചെയ്യണമെങ്കിൽ പെയ്ഡാണ്. 5000 6000 എന്തോ കൊടുക്കണം PDIക്ക്. അതിപ്പോ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഈ PDI എന്ന് പറയുന്നത്. ഈ പുതിയ വണ്ടികളുടെ PDI ശരിക്കും അത് വേണോ? അത് നിങ്ങൾ കമന്റ് ചെയ്യും. എൻ്റെ അഭിപ്രായം വേണ്ടെന്നുള്ള. കാരണം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ അത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള വാറന്റി നമ്മൾ വാങ്ങുന്നത്. മാത്രമല്ല കമ്പനി കൃത്യമായി PDI ടെസ്റ്റ് നടത്തി നമുക്ക് അതിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് PDI എന്നതിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം, PDI ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ അവിടെ വണ്ടി ബുക്ക് ചെയ്ത് കിട്ടി. ഡെലിവറി ദിവസം ചെന്നപ്പോഴാണ് 5 വണ്ടികൾ ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ 5ാമത്താണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് നിന്നാണ്, ദൂരം ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറയണത് അത് കോട്ടയത്ത് നിന്നാണ്, നിങ്ങൾ ഇതിലാറ് ദൂരം പോകാനുള്ളതാണ്, പാല ഭാഗത്തുള്ള ആള് ബുക്ക് ചെയ്താണ്. അപ്പോൾ അങ്ങോട്ടാണ് ആ വണ്ടി പോകുന്നത്. 3 പഞ്ച് ഉണ്ട്, ഒരു സിയറ EV ഉണ്ട്, ഒരു പഞ്ച് പെട്രോളും അവിടെ ഡെലിവറിക്ക് റെഡി ആക്കുകയാണ്. 5ാമതായിട്ടാണ് ഞങ്ങൾ ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ സമയം ഏകദേശം 5:30 6 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ദൂരം, അപ്പോൾ എല്ലാ വണ്ടിയും കൂടെ വൈകുന്നേരം ഒന്നിച്ച് ഡെലിവറി ഒക്കെ വെച്ചാണ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അല്ല, ഇന്ന് ഏകദേശം ഒരു 20ഓളം വണ്ടികൾ ഡെലിവറി ഉണ്ടായിരുന്നു. ഇനി വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനന്ന് എടുത്തത് 1480 90 കൊണ്ടുള്ള സമയത്താണ്. ഞാൻ 1476 എടുത്ത് ആ വീഡിയോ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 14,10,000 രൂപയ്ക്കാണ് ആ വണ്ടി ഞങ്ങൾ എടുത്തത്. 20,000 രൂപ എക്സ് ഷോറൂമിൽ 1259 1279 ആയിട്ടുണ്ട് എക്സ് ഷോറൂമിൽ. കഴിഞ്ഞ ജൂലൈ 3 മുതലാണ് ഈ വണ്ടി പുതിയ വിലയിൽ ബില്ല് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിക്കും, പക്ഷേ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് പറഞ്ഞ വില എത്ര ആയിരുന്നല്ലോ, പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് നമ്മൾ വാങ്ങുന്ന വില എത്രയാണ്, എന്താണ് അതിൻ്റെ ശരി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ബില്ലാക്കുന്ന സമയത്തുള്ള പൈസ എത്രയാണോ അതാണ് വണ്ടിയുടെ വില. നമ്മൾ എത്ര മാസം മുന്നേ ബുക്ക് ചെയ്താലും ബില്ലിങ് എപ്പോഴും നടക്കുന്നത് ആ വിലയാണെന്നുള്ളത്. അപ്പോൾ ജൂലൈ 3 മുതലാണ് പുതിയ ബില്ലിങ് വന്നത് എൻ്റെ അറിവ്. പക്ഷെ ചില സ്വർണം പോലെയുള്ള സാധനം ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അന്നത്തെ വില വെച്ച് അത് ബുക്കിംഗ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ അതിന് അഡ്വാൻസ് ഫുൾ പേയ്മെന്റ് നടക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ, സംശയമുണ്ട്. അപ്പൊ ഇവിടെ ഈ വണ്ടി നമ്മൾ 5000 രൂപ എടുത്ത് ബുക്ക് ചെയ്തിട്ട് ആ ഒരു ബുക്കിംഗ് പ്രിഫറൻസ് നമുക്ക് ഈ വിലയിൽ കിട്ടുന്നില്ല, സത്യം. അതേപോലെ തന്നെ വണ്ടിയുടെ വില 14,10,000 രൂപ. പിന്നെ ഞാൻ ചെയ്തത് ആകെ ഒരു 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റി എടുത്തു. അത് നല്ലതാട്ടോ. എപ്പോഴും ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഇതിന്റെ പാർട്സിനൊക്കെ അപാര വിലയാണ്. ഈ സെൻസറിങ് ഉള്ള വില. അപ്പൊ 3 വർഷത്തിന് കമ്പനി നമുക്ക് തരുന്നുണ്ട്, വാറന്റി ഉണ്ട്. പ്ലസ് 2 വർഷം, 3+2 5 വർഷം എടുത്തു. അതിന് 31,500 രൂപയാണ് ആ ഒരു 2 വർഷത്തെ എക്സ്റ്റൻഡ് വാറന്റിക്ക് വന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എക്സ്റ്റൻഡ് വാറന്റി എന്ന് പറയുന്നത് കിലോമീറ്റർ കൂടെ പറയുന്നുണ്ട്, അതുകൂടെ നോക്കണം. ഇത് 1,25,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ 5 വർഷത്തിൽ. അല്ലാതെ ഓടുന്ന ആൾക്കാർക്ക് എക്സ്റ്റൻഡ് വാറന്റിയുടെ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്റ്റൻഡ് വാറന്റി നമ്മൾ എടുക്കുമ്പോൾ വർഷം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. 3 വർഷം 2 വർഷം 1 വർഷം അങ്ങനെ ഉണ്ട്. വർഷം മാത്രമല്ല കിലോമീറ്റർ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനതിൽ 2 വർഷം എടുത്ത ആളാണ്. പക്ഷെ എനിക്ക് തോന്നിയതിന് മുന്നേ കിലോമീറ്റർ ചിലപ്പോൾ
കവർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ചെയ്തത്, ആകെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ്, എല്ലാവരും എപ്പോഴും മെസ്സേജ് കാര്യം മാഷ് എന്തെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യണം നിർബന്ധമുള്ള കാര്യം. ഞാൻ മനസ്സിലാക്കിയത് മാറ്റ്, നല്ലൊരു മാറ്റ് വേണം അടിയിൽ, ഫുൾ കവർ ചെയ്യുന്ന ഒരു മാറ്റ്. അങ്ങനെ ബാറ്ററി അടിയിലാണല്ലോ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 70 മാറ്റ്. എൻ്റെ ഈ വണ്ടിക്കും ആ പുതിയ വണ്ടിക്കും ഞാൻ ചെയ്തത് 70 മാറ്റാണ്. 70 മാറ്റിന് 6500 രൂപയാണ് അവിടെ അവർ ചാർജ് ചെയ്തത്. ഓഫറായിട്ട് കുറച്ച് തന്നതാണ്, 7500 6500 അവർ തന്നത്. വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തത് എംപവേർഡ് S+40 ആണ് എടുത്തത്. സെയിം വൈറ്റ് കളർ, ഇതേ വണ്ടി തന്നെ, സെയിം കളർ വണ്ടി തന്നെയാണ് എടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ പിന്നെ ഗൂഗിളത്തിൽ അതൊക്കെ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ പിന്നെ വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന്. അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ ഈ വണ്ടി ഞാനെടുത്ത് KVR എന്നാണ്. KVR എന്ന് എനിക്ക് കൃത്യമായിട്ട് കേക്ക് മുറിക്കുകയും അതിൻ്റെ ഒരു സെലിബ്രിറ്റി, ആ ഒരു സെലിബ്രേഷൻ നല്ല ഭംഗിയായിട്ട് അവർ അത് സെറ്റ് ചെയ്തിരുന്നു. കേക്ക് മുറി ഉണ്ടായിരുന്നു. പിന്നെ അവരെന്നെ വീഡിയോ എടുത്ത്, നമ്മൾ ചെന്നത് മുതൽ അവരെന്നെ വീഡിയോ എടുത്ത് ആ ഒരു വീഡിയോ നമുക്ക് നമ്മളെ ടാഗ് ചെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് തരുന്നുണ്ട്. അവരുടെ ഒരു വീഡിയോ അത് അവരുടെ ചെലവിൽ ചെയ്ത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ 20 വണ്ടി 25 വണ്ടി ഡെലിവറി ഉണ്ട് എന്നുള്ളത്, അതിന്റെ ഒരു പ്രയാസം അവിടെ കസ്റ്റമർ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഈ കോഴിക്കോടായിട്ടാണ് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയത് അവിടെ കേക്ക് മുറിക്കുന്നില്ല. നമ്മൾ ഫോണൊക്കെ വെച്ച് അവർ സ്റ്റാഫ് നമുക്ക് വീഡിയോ എടുത്തു തരും, അതൊക്കെ ഓക്കെ. പക്ഷേ അവരുടെ ഭാഗമായിട്ട് ഒരു എഡിറ്റ് ചെയ്തിട്ടൊരു വീഡിയോ നമുക്ക് കിട്ടില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. നെഗറ്റീവ് പറയേണ്ടതാണല്ലോ, നെഗറ്റീവായിട്ട് തന്നെ പറയണം. അപ്പോൾ അവിടെ ഞാൻ കണ്ടു, ബാക്കി എല്ലാം കൊണ്ടും പോസിറ്റീവാണ്. പിന്നെ വണ്ടി നല്ല ഫിനിഷിംഗ് ആയിട്ട്, ഇപ്പോൾ മാറ്റ്, അതിൻ്റെ കൂടെ കട്ട് മാറ്റ് ഒക്കെ അവർ തന്നെ, ടെഫ്ലോൺ കോട്ടിങ്, അതേപോലെ തന്നെ മഡ് ഫ്ലാപ്പ്, ഇങ്ങനെയുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ ഡിലേ വരുത്തുന്നില്ല, വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ സലീമ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു കസ്റ്റമർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് സലീമ അത് കൃത്യമായിട്ട് മുഴുവൻ പറഞ്ഞിട്ടേ അവിടെ നിന്ന് ആളെ വിടുന്നുള്ളൂ. എല്ലാം പറഞ്ഞ് മനസ്സിലായി തരും നമുക്ക് കൃത്യമായിട്ട്. അതൊക്കെ ഓക്കെയാണ്, അവിടെ ഒന്നും ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഗോകുല മോട്ടോഴ്സിനോട് പറയാനുള്ളത്, ഈ വണ്ടി എടുക്കാൻ വരുന്ന കസ്റ്റമർ, നിങ്ങൾക്ക് 20 വണ്ടി 25 വണ്ടി അവിടെ ഡെലിവറി നടക്കുന്നുണ്ടാവും. പക്ഷെ കസ്റ്റമർക്ക് ഒരു വണ്ടിയാണ് അന്ന് കിട്ടുന്നത്, ഒറ്റ വണ്ടിയാണ്. ആ ഒരു വണ്ടി അയാൾ ആഗ്രഹിച്ച് മോഹിച്ചെടുക്കുന്ന വണ്ടിയാണ്. സ്വാഭാവികം ഇവിടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ മറ്റെല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ അതൊരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കും. എൻ്റെ ഒരു പിന്നെ ആഗ്രഹം അനുസരിച്ച് നല്ലൊരു സെലിബ്രേഷൻ വേണം, കേക്ക് മുറിക്കണം, പിന്നെ അതൊരു നല്ലൊരു ഫംഗ്ഷനായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി തരണം എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയുന്ന ആൾക്കാരെ കൊണ്ടൊന്നുമില്ല. അവർക്കൊരു വീഡിയോ അവരെന്ത് ചെയ്യുക, അവർ പുതിയ ഒരു വീഡിയോഗ്രാഫറെ പുറത്തുനിന്ന് വിളിച്ചു കൊടുത്തു വന്നിട്ട് വീഡിയോ എടുത്താണ്. ഇന്നത്തെ കാലത്ത് ഫുൾ റീൽസിന്റെ യുഗമാണല്ലോ. ഒരു റീൽസ് ആണെങ്കിൽ എന്താ അവർ ചെയ്യുക? അപ്പം അത് ഗോകുല മോട്ടോഴ്സ് ഒരു മാറ്റം വരുത്തേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാനത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നെ പറയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് പിന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് പറയൽ നിർബന്ധമാണ്. നിങ്ങളൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം. അതേപോലെ കേക്ക്, എത്ര പേര് കേക്കിന് വരിക? 400 റുപ്യ 300 റുപ്യ അല്ലേ? ഈ 15 ലക്ഷം റുപ്യേനെ 15 ലക്ഷം വണ്ടി എടുക്കുമ്പോൾ 300 റുപ്യേനെ കേക്ക് മുറിക്കാനൊക്കെ എത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഒരു കേക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യാൻ വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങളൊരു കേക്ക് മുറി അവിടെ നടത്തണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർക്കൊരു വീഡിയോ, നിങ്ങളുടെ ഭാഗം ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ എല്ലാ സാധനം വെച്ചോളൂ, ഗൂഗിളത്തിലെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിക്കോളൂ. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പേജുകളല്ലേ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാലോ. 25 വണ്ടി ഒരു ദിവസം പോകുമ്പോൾ 25 വീഡിയോ വരുന്നില്ലേ? അപ്പൊ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി എല്ലാം കൂടെ ഓക്കെയാണ്. നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ എടുത്ത് പറയേണ്ടതാണ്. കാരണം വെച്ചാൽ അവർ നമുക്ക് ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മൾ എങ്ങനെ ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ നന്നായിട്ടുണ്ട്. വളരെ സ്പീഡിലാണ് അവർ 5 വണ്ടി ഡെലിവറി വളരെ സ്പീഡിൽ നടത്തി തന്നു. ഇനി ശേഷം വണ്ടി ഡെലിവറി ഉണ്ടോ നമുക്ക് അറിയില്ല. ഞങ്ങൾ പോരുമ്പോൾ തന്നെ 6-6:30 മണി നിൽക്കണം. പിന്നെ പഞ്ചീവി നേരത്തെ ബസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു നല്ല അടിപൊളി വണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പഞ്ചീവി കൂടെ എടുത്തത്. ഇനി എൻ്റെ വീഡിയോകളിൽ ഈ 2 പഞ്ചീവികളുടെയും വിശദമായ വിവരങ്ങൾ ഉണ്ടാവും. കാരണം അത് പുതിയ പിന്നെ വണ്ടിയാണ്, 4-5 മാസത്തെ വ്യത്യാസമുണ്ട് വണ്ടികൾ തമ്മിൽ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ഡ്രൈവിംഗ് മറ്റു വിഷയങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് പുതിയ വീഡിയോകളിൽ തുടർന്ന് കാണാം. ഓക്കെ, ബൈ.